ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചെരിഞ്ഞു. ചിനക്കത്തൂർ പൂരത്തിൽ തുടർച്ചയായി 2 പതിറ്റാണ്ട് തിടമ്പേറ്റിയ ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചെരിഞ്ഞു. വടക്കുമംഗലം ദേശത്തിന്റെ തിടമ്പുമായാണ് അയ്യപ്പൻ 20 വർഷം തുടർച്ചയായി പൂരത്തിൽ പങ്കാളിയായത്. തലപ്പൊക്കം കൊണ്ട് പേരെടുത്ത മംഗലാംകുന്ന് അയ്യപ്പൻ പാദരോഗം പിടിപെട്ട് ചികിത്സയിലായിരുന്നു. തലപ്പൊക്കത്തിൽ നാട്ടാനകൾക്കിടയിൽ മുൻനിരയിലുള്ള അയ്യപ്പനെ ഇത്തവണ ഉത്സവത്തിൽ എഴുന്നള്ളിക്കാനായിരുന്നില്ല. 55 വയസ്സായിട്ടുണ്ട്. കർക്കിടകത്തിൽ മദപ്പാടിനെ തുറന്ന് മംഗലാംകുന്ന് ആനക്കൊട്ടിലെ കെട്ടുന്തറയിൽ തളച്ചതാണ്. പിന്നീട് പാദരോഗം പിടിപെട്ട് തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെ ചെരിഞ്ഞു. മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ പ്രശസ്തമായ ആനകളായിരുന്നു കർണനും ഗണപതിയും. ഇവ രണ്ടും നേരത്തെ ചെരിഞ്ഞിരുന്നു. അവയ്ക്ക് പിന്നാലെയാണ് അയ്യപ്പൻ്റെയും മടക്കം. 1992 ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് അയ്യപ്പനെ മംഗലാംകുന്ന് M.A. പരമേശ്വരനും സഹോദരൻ M.A. ഹരിദാസനും ചേർന്ന് വാങ്ങിച്ചത്. പിന്നീട് അയ്യപ്പൻ്റെ വളർച്ചയും അവൻ ഉത്സവ കമ്പക്കാരുടെ ആവേശമാർന്നതുമാണ് കേരളം കണ്ടത്. നിലം പൊട്ടുന്ന നീളമുള്ള മനോഹരമായ തുമ്പിക്കൈകളും ഭംഗിയാർന്ന കൊമ്പും വാലിൽ വെള്ളരോമം വിടർന്നു കനമുള്ള നെറ്റിത്തടം എന്നിവ അയ്യപ്പൻ്റെ പ്രത്യേകതകളാണ്. 305 സെൻറ്റിമീറ്ററാണ് അയ്യപ്പൻ്റെ ഉയരം. തൃശ്ശൂർ പൂരം, നെമ്മാറ വല്ലങ്ങിവേല ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുള്ള പൂരങ്ങളിൽ തിടമ്പേറ്റിയ അയ്യപ്പൻ ആനച്ചന്തം, നാട്ടാമ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്.